വെൽക്കം. തഹമാനാണ്. അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം. ഈ വീഡിയോ സീരീസിലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുക തൈറോയ്ഡ് ഹോർമോൺസിനെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് തൈറോയ്ഡ് ഹോർമോൺസിനെ പറ്റി പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറയണം എന്ന് ചോദിച്ചാൽ, ആദ്യം തൈറോയ്ഡ് ഗ്ലാൻഡിനെ പറ്റി പറയാം. ആദ്യം അതിൻ്റെ എവിടെയാണ് ഇരിക്കുന്നത്, എന്തൊക്കെയാണ്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ഹിസ്റ്റോളജി കുറച്ച് പറഞ്ഞു പോകേണ്ടി വരും, അതിൻ്റെ ഹിസ്റ്റോളജി. മൂന്നാമത്തത്, തൈറോയ്ഡ് ഹോർമോൺസ് എങ്ങനെ സിന്തസിസ് ചെയ്യുന്നു, എങ്ങനെ സിന്തസൈസ്. നാലാമത്തത്, അത് എങ്ങനെ റിലീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറയണം. അഞ്ചാമത്തത്, T3 and T4, ഈ ഹോർമോൺ T3 and T4ന്റെ ഫങ്ഷൻസ് പറയണം. ആൻഡ് ഓൾസോ അത് കൂടിയാൽ എന്താണ്, കുറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പറയണം. സോ നമുക്ക് ഇവിടം വരെ, റിലീസ് വരെ ഈ വീഡിയോയിൽ പറയാം. T3 T4 ഫങ്ഷൻസ്, ഫിസിയോളജി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇരിക്കുന്നത് നമ്മുടെ നെക്കിലാണ്, കഴുത്തിലാണ്. സോ ഇത് ഇത്രയും ഭാഗം കഴുത്തായിട്ടും കൂട്ടുക. ഓക്കെ, ആന്റീരിയർ നെക്കിലാണ്. ദാറ്റ് മീൻസ് മുൻവശത്താണ്, പുറകുവശത്തല്ല. തൈറോയ്ഡ് ഗ്ലാൻഡ് ഒരു ബട്ടർഫ്ലൈ ഷേപ്പാണ്. ഇതാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഞാൻ വരച്ചിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ട്രക്കിയുടെ മുൻഭാഗത്താണ്. സോ ഈ നീലെ കാണുന്നതാണ്, ഇതാണ് ട്രക്കിയ. സോ ട്രക്കിയുടെ മുൻവശത്താണ്. ആൻഡ് ഹയോയിഡ് കാർട്ടിലേജ്, ഇത് ഹയോയിഡ് കാർട്ടിലേജ് ആണ്. ആൻഡ് ദിസ് ഇസ് തൈറോയ്ഡ് കാർട്ടിലേജ് ഓഫ് ദ ലാരിങ്സ്, അതിന്റെയും അടിയിലാണ്. ആൻഡ് ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ രണ്ട് ചിറകുകൾ പോലെ രണ്ട് വശത്തേക്കായിട്ട് രണ്ട് ലോബ്സ് ഉണ്ടായിരിക്കണം. യെസ്, ദർ ഇസ് എ റൈറ്റ് ലോബ്, ദർ ഇസ് എ ലെഫ്റ്റ് ലോബ്. രണ്ട് ലോബുകൾ എന്ന് പറയുമ്പോൾ നടുവിൽ ഒരു ചുരുങ്ങിയ ഭാഗം ഉണ്ടായിരിക്കണം. ചുരുങ്ങിയ ഭാഗം നമ്മളെപ്പോഴും ഈ ഭാഗത്തെ ഇസ്തമസ് എന്നാണ് അനാറ്റമിയിൽ. ചുരുങ്ങിയ ഭാഗങ്ങളെല്ലാം ഇസ്തമസ് തന്നെയാണ്. ആൻഡ് തൈറോയ്ഡ് ഗ്ലാൻഡിൽ തന്നെ അതിന്റെ പിറകുവശത്ത്, ഇത് മുൻവശമാണ്, അപ്പോൾ ഇതിന്റെ പുറകുവശം ഇത് മുൻവശം. അതിന്റെ ഉള്ളിൽ കൂടി വരികയാണെങ്കിൽ ഇവിടെയും ഇങ്ങനെ 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് കൂടി ഉണ്ട് എന്ന് ഓർക്കുക. പക്ഷേ അത് സെപ്പറേറ്റ് ഗ്ലാൻഡുകളാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് സെപ്പറേറ്റ് ആണ്. ആൻഡ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഈസ് ഹൈലി വാസ്കുലർ, ഹൈലി പെർഫ്യൂസ്ഡ് ബൈ ബ്ലഡ് ആണ്. ആൻഡ് ഈ വരുന്നതൊക്കെ ബ്ലഡ് വെസലാണ്. ഇത് അയോട്ടയാണ്, അയോട്ടയുടെ ബ്രാഞ്ച് ആണിത് കാണുക. ആൻഡ് അയോട്ടയുടെ ബ്രാഞ്ച്, ദിസ് ഇസ് കോമൺ കരോട്ടിഡ് ആർട്ടറീസ് ആണ്. റൈറ്റും ലെഫ്റ്റും നമുക്കിവിടെ കാണാം. സോ 2 ബ്ലഡ് വെസൽസ് തൈറോയിഡിന് ബ്ലഡ് കൊടുക്കുന്നുണ്ട്. ഒന്ന് സുപ്പീരിയർ, മുകളിൽ നിന്ന് വരുന്നത്, ഒന്ന് ഇൻഫീരിയർ, താഴെ നിന്ന് വരുന്നത്. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറീസ് ആണ് ഇതിന് ബ്ലഡ് കൊടുക്കുക. ആകെ ഒരു 30 ഗ്രാം ആണുള്ളത്. 30 ഗ്രാം വരുന്ന ഓർഗന് എത്ര ബ്ലഡ് വേണ്ടി വരും? ഒരു മിനിറ്റിൽ 80 to 100 ml ബ്ലഡ് ആണ് ഇതിനകത്തേക്ക് പോവുക. സോ ഭയങ്കരമായ ബ്ലഡ് സപ്ലൈ ഉള്ള ഒരു ഓർഗനാണ്, ഹൈലി പെർഫ്യൂസ്ഡ് ഓർഗനാണ് തൈറോയിഡ്. നമ്മൾ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഒന്ന് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, TS എടുത്തു കഴിഞ്ഞാൽ, സെക്ഷൻ ചെയ്താൽ, ഹിസ്റ്റോളജി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിനകത്ത് ധാരാളം ഫോളിക്കിൾസ് ഉണ്ട് എന്ന് നമുക്ക് കാണാം. ആൻഡ് ഈ ഫോളിക്കിൾസിന് ചുറ്റി ധാരാളം ഫോളിക്കുലാർ സെൽസ് ഉണ്ട്. സോ അപ്പോൾ ഇത് ഫോളിക്കുലാർ സെൽസ് ആണ്. ഇത് ഇങ്ങനെ ഒരു ഫോളിക്കുലാർ സെല്ലിൻ്റെ ഒരു ലെയറാണ്. സോ ദിസ് ഈസ് ദ ഫോളിക്കിൾസ്. ഇതൊരു ഫോളിക്കുലാർ സെൽ, ഫോളിക്കിൾസ്. ആൻഡ് ഈ പടത്തിൽ നമുക്ക് 1, 2 രണ്ടെണ്ണം പൂർണ്ണമായിട്ട് നമുക്ക് കാണാം. ആൻഡ് ഈ നടുവിലുള്ള ക്യാവിറ്റി, ഈ ക്യാവിറ്റിയെ നമുക്ക് ഫോളിക്കുലാർ ക്യാവിറ്റി എന്ന് വിളിക്കാം. സോ ദിസ് ഈസ് ദ ക്യാവിറ്റി ഇൻസൈഡ് ദ ഫോളിക്കിൾ. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫോളിക്കുലാർ ക്യാവിറ്റി. ആൻഡ് ഈ ഫോളിക്കുലാർ ക്യാവിറ്റിക്കകത്ത് ദർ ഇസ് എ കൊളോയിഡൽ സബ്സ്റ്റൻസ്. ആൻഡ് ഇതിനകത്തേക്ക് ഈ ഫോളിക്കിൾ സെൽസ്, ഈ ചുറ്റുമുള്ള ഫോളിക്കുലാർ സെൽസ് ഉണ്ടാക്കി വിടുന്നതാണ് തൈറോഗ്ലോബുലിൻ. തൈറോഗ്ലോബുലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ അകത്തേക്ക് വിടുന്നുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് കുറച്ച് അയഡിനും കൂടി ഇവിടെ എത്തുന്നുണ്ട് ഭാവിയിൽ. സോ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ തൈറോയ്ഡ് ഹോർമോൺസ് ലൈക്ക് T4 and T3 ഉണ്ടാക്കുന്നത്. സോ T4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, T4 ഈസ് ടെട്ര, 4 എണ്ണമാണ്. ടെട്ര അയഡോ തൈറോണിനാണ് T4 എന്ന് പറയുന്നത്. T3 എന്ന് പറയുന്നത് അപ്പോൾ ട്രൈ ആയിരിക്കും, ട്രൈ അയഡോ തൈറോണിനാണ്. ടൈറോണിൻ എന്ന് പറയുന്ന സംഭവങ്ങളാണ്. ആൻഡ് ഇതാണ് കൂടുതൽ, 90% T4 ആണ്. ഇത് 10% മാത്രമാണ്. പക്ഷേ T3 ആണ് ആക്റ്റീവ് ഫോം. ഏറ്റവും ആക്റ്റീവ് ഫോം ഇതാണ്. T4 T3 ആയിട്ട് ഭാവിയിൽ ഇങ്ങനെ ബ്ലഡിൽ വെച്ചിട്ട് എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് മാറിയിട്ട് T3 ആയിട്ട് വരും. ഇനി ഫോളിക്കുലാർ സെൽസിന്റെ കൂടെ മറ്റു ചില സെൽസ് കൂടിയുണ്ട്. ഈ പച്ച കളറിൽ ഞാൻ വരച്ചിരിക്കുന്ന ഒരു സെൽ എന്ന് പറയുന്നത് C സെൽസ് ആണ്. C സെൽസ്, ഓർ അതിനെ നമുക്ക് പാരാഫോളിക്കുലാർ സെൽസ് എന്ന് വിളിക്കാം. പാരാഫോളിക്കുലാർ സെൽസ് ഉണ്ടാക്കുന്നത്, C സെൽസ് ഉണ്ടാക്കുന്നത് കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. സോ കാൽസിറ്റോണിൻ ഈസ് ഓൾസോ ഫ്രം തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നുണ്ടാവുന്ന ഹോർമോൺ തന്നെയാണ്. സോ 3 ഹോർമോൺസ് ഫോളിക്കുലാർ സെൽസ് ഉണ്ടാക്കുന്നത് T3 and T4, ആൻഡ് ദിസ് C സെൽസ് പാരാഫോളിക്കുലാർ സെൽസ് ഉണ്ടാക്കുന്നത് കാൽസിറ്റോണിൻ.
അപ്പോൾ ഇനി നമുക്ക് തൈറോയ്ഡ് ഹോർമോൺ സിന്തസിസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. സോ ഇതെങ്ങനെ സിന്തസൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാവണമെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി, സോ ഇത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്, ഇത് ഹൈപ്പോതലാമസ് ആണ്, ആൻഡ് ഇത് തൈറോയ്ഡ് കഴുത്തിന് അവിടെയുള്ള നെക്ക് ഗ്ലാൻഡിലുള്ള തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. സോ ദിസ് ഇസ് തൈറോയ്ഡ് ഗ്ലാൻഡ്. സോ ഇത്ര ആൾക്കാരെ വിചാരിക്കണം. സോ TSH എന്ന് പറയുന്ന ഹോർമോൺ ഇവിടെയുള്ള തൈറോട്രോപ്സിൽ നിന്ന് TSH എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടായ ബ്ലഡിലൂടെ വന്ന് ഇവിടെ എത്തുമ്പോഴാണ് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുക. പക്ഷെ TSH ഉണ്ടാക്കണമെങ്കിൽ ആര് വിചാരിക്കണം? TSH ഉണ്ടാക്കണമെങ്കിൽ ഹൈപ്പോതലാമസ് വിചാരിക്കണം. ഹൈപ്പോതലാമസ് എന്നുള്ള പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ്. സോ ഇത് പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ് ആണെന്ന് കരുതിയാൽ ഇതിൽ നിന്ന് ആദ്യം TRH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരാൾ വന്ന് ഇവിടെ വന്ന് ഇവനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ TSH ഉണ്ടാവും. ഇവിടെ നിന്ന് ആ TSH ഇവിടെ എത്തുമ്പോഴത്തേക്കാണ് തൈറോയ്ഡ് ഹോർമോൺ ഇവിടെ നിന്ന് ഉണ്ടാവുക. അപ്പുറത്തേക്ക് T3 ആൻഡ് T4 ഉണ്ടാവും. സോ ഫസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. ആദ്യം TRH ഹൈപ്പോതലാമസിൽ നിന്നുണ്ടാവണം. അത് ഹൈപ്പോതലാമസിൽ നിന്ന് വന്ന് പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് TSH ഉണ്ടാവണം. ഈ TSH നേരെ അവിടെ പോകണം. എവിടെ? തൈറോയ്ഡ് ഗ്ലാൻഡിൽ എത്തിക്കഴിഞ്ഞ് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ നിന്ന് T3 ആൻഡ് T4 ഉണ്ടാവും. സോ ദിസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. TRH ടു TSH സ്റ്റിമുലേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം. ഇതെങ്ങനെ TRH ആൻഡ് TSH ഒക്കെ റിലീസ് ചെയ്യുന്നു? വാട്ട് ആർ ദ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഫോർ ദ റിലീസ്? അപ്പോൾ വെൻ ദ BMP ബോഡി മെറ്റബോളിക് റേറ്റ് ഈസ് ലോ BMP ഉണ്ടെങ്കിൽ ഇത് സ്റ്റിമുലേറ്റഡ് ആകും. കൂടുതൽ TRH വരും, TRH വരുമ്പോൾ TSH വരും. അങ്ങനെ ദെൻ ആൽഫ MSH ക്യാൻ സ്റ്റിമുലേറ്റ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ക്യാൻ സ്റ്റിമുലേറ്റ്, അത് പിറ്റ്യൂട്ടറിയിൽ നിന്നുണ്ടാവുന്നതാണ്. ദെൻ ലെപ്റ്റിൻ ഫ്രം അഡിപ്പോസ് ടിഷ്യൂവിൽ നിന്ന് വരുന്ന ലെപ്റ്റിനെ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം TRHനെയും TSHനെയും സ്റ്റിമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിലീസിന് കാരണമാകും. ഇനി എന്തെല്ലാം കുറയ്ക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ടേക്ക് എക്സസ് അയഡിൻ, അമിതമായിട്ട് അയഡിൻ കഴിച്ചാൽ എക്സസ് അയോഡിൻ. ദെൻ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ, സൊമാറ്റോസ്റ്റാറ്റിൻ ഈസ് ഗ്രോത്ത് ഹോർമോൺ ആണ്. സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ, ഡോപ്പമിൻ വർദ്ധിച്ചാൽ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കൂടിയാൽ, സോ ഇങ്ങനെയൊക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതെല്ലാം ഉയർന്നു കഴിഞ്ഞാൽ there will be less decreased secretion of TSH and TRH. TSH and TRHന്റെ secretion കുറയും. So these are the triggers for the release and these are the inhibitory factors. Inhibitory factors ആണ്. TRH വന്നു, അതുവഴി TSH വന്നു. TSH ദാ ബ്ലഡിലൂടെ ഇവിടം വരെ എത്തി. ആ തൈറോയ്ഡ് ഫോളിക്കിൾസിലെത്തി. ഇനിയുള്ള കഥ നടക്കുന്നത് മൊത്തം തൈറോയ്ഡ് ഫോളിക്കിൾസിനകത്താണ്. ഇനിയുള്ള സ്റ്റോറി മൊത്തം നടക്കുക. സോ അതുകൊണ്ട് നമ്മൾ തൈറോയ്ഡ് ഫോളിക്കിൾസ് ഒന്ന് വലുതായിട്ട് വരച്ചിട്ടുണ്ട്. സോ അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തൈറോഗ്ലോബുലിൻ സിന്തസിസ് ആണ്. തൈറോഗ്ലോബുലിൻ സിന്തസിസ് ആണ്. അത് ചെയ്യേണ്ട ആൾ ഈ സെൽസ് ആണ്, തൈറോയ്ഡ് ഫോളിക്കുലാർ സെൽസ് ആണ്. ആൻഡ് കാവിറ്റിയുടെ അകത്തേക്കാണ് ഇത് ഉണ്ടാക്കേണ്ടത്. സോ TSH ബ്ലഡിലൂടെ ഇവിടെ എത്തി ആൻഡ് അത് ഇവിടെ ഒന്ന് ഒട്ടിച്ചേരുന്നു. സോ ഇറ്റ് സ്റ്റിമുലേറ്റ് ദീസ് തൈറോയ്ഡ് ഫോളിക്കുലാർ സെൽസ് ടു പ്രൊഡ്യൂസ് തൈറോഗ്ലോബുലിൻ. സോ ധാരാളം തൈറോഗ്ലോബുലിൻ ഇതിനകത്തേക്ക് ഫോളിക്കുലാർ കാവിറ്റിയിലേക്ക് ഇങ്ങനെ സിന്തസൈസ് ചെയ്ത് ഇടും. ഈ തൈറോയ്ഡ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. സോ അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ട്. സോ സം ഗ്ലൈക്കോ ഒക്കെ ഉണ്ട്. ആൻഡ് അമിനോ ആസിഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ടൈറോസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് റെസിഡ്യൂ ഉണ്ട് എന്നൊന്ന് ഓർത്ത് വെച്ചേക്കാം. സോ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. സോ തൈറോഗ്ലോബുലിൻ ഉണ്ടാക്കി. തൈറോഗ്ലോബുലിൻ ഞാൻ ഇങ്ങനെ ഇപ്പൊ നീളത്തിൽ വലുതായിട്ട് ഇവിടെ വരയ്ക്കാം. തൈറോഗ്ലോബുലിൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്ന് കരുതുക. ഓക്കെ, തൈറോഗ്ലോബുലിൻ. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയഡിൻ അപ്ടേക്ക് ആണ്. അയഡിൻ അപ്ടേക്ക് ഓർ അയഡിൻ ട്രാപ്പിംഗ്. തേർഡ് സ്റ്റെപ്പ് ഈസ് അയോഡിൻ ട്രാപ്പിംഗ് എന്ന് എഴുതാം. അയഡിൻ ട്രാപ്പിംഗ് എന്ന് വെച്ചാൽ ബ്ലഡിലൂടെ ഇങ്ങനെ ഇവിടെ എത്തുന്ന അയഡിൻ ഇതിനകത്തേക്ക് എടുക്കണം. ബൈ ദിസ് ഫോളിക്കുലാർ സെൽസ് അയഡിനെ ട്രാപ്പ് ചെയ്യണം. ബ്ലഡിലൂടെ വരുന്ന അയഡിനെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടർ ഇവിടെ വേണം. ആൻഡ് ദിസ് ട്രാൻസ്പോർട്ടർ, സോ ഈ സെൽ ഞാൻ വലുതാക്കി ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇത് ബ്ലഡ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ട്. ഈ ട്രാൻസ്പോർട്ടറിന്റെ പേര് സോഡിയം ദെൻ അയഡിൻ സിൻപോർട്ടർ ആണ്. ദാറ്റ് മീൻസ് സോഡിയത്തെ അകത്തേക്ക് ഇടും, അയഡിനെ മാറ്റി ഇടും. സോ ദിസ് സെൽസ്, ഈ സെൽസിനകത്ത് ഇപ്പോൾ ഒരുപാട് അയഡിൻ ആയി. സോ ദിസ് ഫോളിക്കുലാർ സെൽസ് നൗ റിച്ച് ഇൻ അയഡിൻ ആൻഡ് ഈ അയഡിൻ ട്രാൻസ്പോർട്ടറിന്റെ സിംപോർട്ടറിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനും ദിസ് TSHന് കഴിയും. സോ ഇവിടെയുള്ള TSH വിചാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് ട്രാൻസ്പോർട്ടർ കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഓൾസോ ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് ദിസ്. സോ എന്തായാലും ധാരാളം അയഡിൻ
ഇപ്പോൾ സെൽസിനകത്തുണ്ട്. അപ്പം ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറഞ്ഞിരിക്കുന്ന അയഡിനെ ഇനി ഇതിനകത്തേക്ക് പമ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ അയഡിൻ ഫുൾ ആണെങ്കിൽ ഹാഡ് ടു ബി പംപ്ഡ് ഓർ മൂവ്ഡ് ഇൻ ദ ഫോളിക്കുലർ ക്യാവിറ്റി. സോ നാലാമത്തെ സ്റ്റെപ്പ് അതാണ്, പമ്പിങ് ഓഫ് അയഡിൻ ഇൻ ടു ദ ഫോളിക്കുലർ ക്യാവിറ്റി. ആൻഡ് ഇതിന് ഇവിടെ ഒരു പ്രോട്ടീൻ വേണം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടർ വേണം. അതിന്റെ പേര് പെൻഡ്രിൻ എന്നാണ്. പെൻഡ്രിൻ എന്ന് പറയുന്ന ഒരു അയഡിൻ ട്രാൻസ്പോർട്ടർ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്ന അയഡിനെ ഇതിനകത്തേക്ക് പമ്പ് ചെയ്യുക. സോ ഇതിനകത്ത് ഇപ്പൊ എന്തൊക്കെയുണ്ട്? അയഡിനിപ്പത്തി ആൻഡ് ഓൾസോ ദർ ഈസ് തൈറോഗ്ലോബുലിൻ ഉണ്ട്. ഇപ്പൊ ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഞ്ചാമത്തെ സ്റ്റെപ്പ് ഈ അയഡിൻ, ഇവിടെ എത്തിയ അയഡിനെ ഇനി ഓക്സിഡൈസ് ചെയ്യണം. സോ ഓക്സിഡേഷൻ ഓഫ് അയഡിൻ ആണ്. ഓക്സിഡേഷൻ ഓഫ് അയഡിൻ. അയഡിനെ ഓക്സിഡൈസ് ചെയ്യാന്ന് വെച്ചാൽ അയഡിനെ റിയാക്റ്റീവ് ആക്കണം അല്ലേ, മറ്റേത് ഇയാള് ആയിട്ട് റിയാക്ട് ചെയ്യണം. സോ ഹി ഹാസ് ടു ബി ആക്റ്റീവ്. അതിന് വേണ്ടിയിട്ടാണ്. സോ അവിടെ ദിസ് ഏരിയ, ഇവിടെ ഫോളിക്കുലാർ സെൽസിന്റെ ഇവിടെ ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈമിന്റെ പേര് തൈറോയിഡ് പെറോക്സിഡേസ് എന്നാണ്. തൈറോയിഡ് പെറോക്സിഡേസ്. സോ ദിസ് ആൻ എ വെരി ഇമ്പോർട്ടന്റ് എൻസൈം, തൈറോയിഡ് പെറോക്സിഡേസ്. വേറെയും ഇനി ഒരുപാട് വർക്കുകൾ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. സോ ഇദ്ദേഹം എന്ത് ചെയ്യും? അയഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് അയഡിനിയം ആക്കും, അയോഡിനിയം ആക്കും, എൻസൈം ബൗണ്ട് ഹൈപ്പോ അയോഡിക് ആസിഡ് ആക്കാം, അല്ലെങ്കിൽ ദെൻ അയഡൈഡ്സ്, ഹൈപ്പോ അയഡൈഡ്സ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാക്കും. സോ ഇതാണ് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് അയഡിൻ ആക്കും. ആൻഡ് ദിസ് അയഡിൻ, അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഈ അയഡിൻ ഇനി എന്ത് ചെയ്യണം? ഈ അയഡിൻ പോയിട്ട് ഇവിടെ ഒട്ടിപ്പിടിക്കണം. സോ അത് ഞാൻ കുറച്ച് ഇപ്പുറത്ത് വലുതാക്കി വരയ്ക്കാം. ഇതാണ് ആ തൈറോഗ്ലോബുലിൻ എങ്കിൽ, ആൻഡ് ഇവിടെ തൈറോഗ്ലോബുലിനിൽ ദിസ് ഇസ് ടൈറോസിൻ എന്ന് പറയുന്ന റെസിഡ്യൂ ഉണ്ടെങ്കിൽ, ഇപ്പൊ അയഡിൻ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അയഡിൻ ഇങ്ങനെ റിയാക്റ്റീവ് അയഡിൻ ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഈ റിയാക്റ്റീവ് അയഡിൻ പോയി ഇവിടെ ഒന്ന് ഒട്ടിപ്പിടിക്കണം. ആൻഡ് ദിസ് ഓൾസോ ഹെൽപ്പ് ബൈ അടുത്ത ഹെൽപ്പ്, ഇറ്റ് മീൻസ് അയോഡിനേഷൻ എന്നാണ് ഇതിന് പറയാ. അയോഡിനേഷൻ ഓഫ് തൈറോഗ്ലോബുലിനിലെ അയഡിൻ പിടിപ്പിക്കുക. അതും ചെയ്യുന്നത് തൈറോയിഡ് പെറോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം തന്നെയാണ്. സോ അയഡിൻ പോയി അയഡിൻ ഇവിടെ ഒന്ന് പിടിച്ചു. ഓക്കെ, ഇപ്പൊ ഒരെണ്ണത്തിൽ ഇവിടെയും അയഡിൻ പിടിച്ചു, ഇവിടെയും അയഡിൻ പിടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദിസ് ഇസ് DIT, ഡൈ അയഡോതൈറോണിനായി. ഇവിടെ ഇപ്പോൾ ഒരു അയഡിൻ ഇവിടെ മാത്രമേ പിടിച്ചുള്ളൂ എങ്കിൽ അത് മോണോ അയഡോതൈറോണിൻ. സോ ഇറ്റ് ക്യാൻ ബി ഡൈ അയഡോ ഓർ മോണോ അയഡോതൈറോസ്. സോ ഇങ്ങനെ രണ്ട് സംഭവങ്ങളാണ് ഉണ്ടാവുക ഓൺ ദ തൈറോഗ്ലോബുലിൻ. സോ തൈറോഗ്ലോബുലിൻ ഈസ് നൗ അയഡിനേറ്റഡ്. ഇതിനകത്ത് അയഡിനേറ്റഡ് ആയി. ആൻഡ് ദിസ് ഓൾസോ ഡൺ ബൈ തൈറോയിഡ് പെറോക്സിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് നടക്കുക. ഇനി ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞ DIT ആൻഡ് MIT ഇത് ഒന്നിച്ച് ചേർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ഒന്നിച്ച് ചേർക്കുന്നതിനാണ് കപ്ലിംഗ് അല്ലെ, കപ്പിൾസ് ആക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഒരു DITയും ഒരു MITയും കൂടി ഒന്നാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു DIT ആണ് ആൻഡ് ഇവിടെ ഉള്ളത് MIT ആണ്, ഇത് രണ്ടും കൂടി ഒന്നാക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുക ഒരു DIT ഉണ്ട്, ഒരു MIT ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുക T3 ആണ്, ട്രൈ അയഡോ ടൈറോസിൻ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് രണ്ട് DIT ചേർന്നാലോ, 2 DIT ചേർന്നാൽ DIT പ്ലസ് DIT, ഡൈ പ്ലസ് ഡൈ വിൽ ഗെറ്റ് ടെട്രാ, 4. സോ നമുക്ക് കിട്ടുക T3യും T4ഉം ഉണ്ടാവുന്ന സ്റ്റെപ്പാണ്. സോ കപ്ലിംഗ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DITയും MITയും തമ്മിൽ കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെയും ആരുടെ സഹായം വേണം? തൈറോയിഡ് പെറോക്സിഡേസ് എന്ന് പറയുന്ന ആളുടെ സഹായം വേണം. സോ ഓക്സിഡേഷന് വേണം, അയഡിനേഷന് വേണം, കപ്ലിംഗ് എല്ലാത്തിലും തൈറോയിഡ് പെറോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അപ്പോൾ എട്ടാമത്തെ സ്റ്റെപ്പാണ്. സോ ഇതൊക്കെ ഉണ്ടായത് എവിടെയാണ്? ഇതൊക്കെ ഇപ്പോൾ കിടക്കുന്നത് ദിസ് ഫോളിക്കുലാർ ക്യാവിറ്റിക്ക് അകത്താണ് ഉണ്ടായി കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഈ സെല്ലിനകത്തേക്ക് എടുക്കണം. അതിനെ നമ്മൾ വിളിക്കുക എൻഡോസൈറ്റോസിസ് എന്നാണ്. സോ ദിസ് വിൽ ബി എൻഡോസൈറ്റോസ്. ഇങ്ങനെയുള്ള സംഭവം എൻഡോസൈറ്റോസ് ചെയ്യുന്നു. സോ 8th സ്റ്റെപ്പ് ഈസ് എൻഡോസൈറ്റോസിസ് ആണ് എട്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇപ്പോൾ വന്ന ആൾക്കാരൊക്കെ ഇതിനകത്താന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സെല്ലിനകത്ത് പല ആൾക്കാരുണ്ട്. 9ാമത്തെ സ്റ്റെപ്പ് ഈസ് ബൈ ലൈസോസോമൽ ഡീഗ്രഡേഷൻ. അല്ല, ശരിക്കും ഡീഗ്രഡേഷൻ അല്ല, കട്ടിംഗ് ആണ്. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു സംഭവമാക്കുക. ഇത് DIT ആണ്, ഇത് DIT. സോ ഇത് ആണെങ്കിൽ ഇത്രയും മാത്രം ഒരാളാക്കി മാറ്റുക എന്നുള്ളതാണ്.
സോ അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് T3യും T4ഉം ആയിട്ട് കിട്ടുക. അല്ലെങ്കിൽ ഇത് വലിയൊരു ചങ്ങലായിട്ട് ഇരിക്കുകയാണ്. സോ ഇവിടെയല്ല. സോ ദിസ് ഹാപ്പൻസ്. അപ്പോൾ ഈ സ്റ്റെപ്പ് ലൈസോസോമൽ കട്ടിംഗ് ഇൻറ്റു T3 ആൻഡ് T4 നടക്കുക ഫോളിക്കുലാർ സെൽസിനകത്ത് വെച്ചിട്ടാണ്. സോ ഇതിങ്ങോട്ട് എൻഡോസൈറ്റോസിസ് ചെയ്ത് കയറിയാൽ ഈ സെൽസിനകത്ത് വെച്ചിട്ട് ഇത് T3യും T4ഉം ആയിട്ട് മാറുക. അപ്പോൾ T3 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 10% ഉള്ളൂ. T4 എന്ന് പറയുന്നത് 90% ഉണ്ട്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നിന്ന് ഉണ്ടായ സാധനം ഇങ്ങോട്ടേക്ക് എക്സോസൈറ്റോസിസ് പുറത്തേക്ക് പോവുക. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റീച്ചിങ് ടു ദ ബ്ലഡ് വെസൽ. സോ ഫൈനൽ സ്റ്റെപ്പ്, 9ാമത്തെ സ്റ്റെപ്പ് എക്സോസൈറ്റോസിസ് ആണ്. ഞാൻ എഴുതി ആകെ ഇത് അലമ്പാക്കിയിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ നടക്കുള്ളൂ, അല്ലെങ്കിൽ വേറെ പേജ് എടുക്കേണ്ടി വരും. സോ എക്സോസൈറ്റോസിസ് ഓഫ് T3 ആൻഡ് T4. നൗ സെല്ലിനകത്തുണ്ടായ T3യും T4ഉം ബ്ലഡിനകത്തേക്ക് പോകുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡിലൂടെ T3യും T4ഉം ബ്ലഡിൽ അലിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ചില ആൾക്കാർ വേണം. അപ്പോൾ അതിൻ്റെ ഫേമസ് ആൾക്കാർ ആരൊക്കെയാണ്? എല്ലാം കരളുണ്ടാക്കുന്നതാണ്. തൈറോയിഡ് ബൈൻഡിങ് ഗ്ലോബുലിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ലിവറിൽ നിന്നുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ട്രാൻസ്തൈറിത്രിൻ ഓർ അതിൻ്റെ തൈറോയിഡ് ബൈൻഡിങ് പ്രീ ആൽബുമിൻ, അതിന് ഒട്ടിച്ചേരാം. അല്ലെങ്കിൽ വെറും നമ്മുടെ പ്ലെയിൻ ആൽബുമിൻ ഒട്ടിച്ചേരാം. സോ ഏറ്റവും പ്രധാനം തൈറോയിഡ് ബൈൻഡിങ് ഗ്ലോബുലിൻ ആണ്. സോ ഇത് വന്ന് ഒട്ടിച്ചേരുന്നു. T3യും T4ഉം അങ്ങനെ യാത്രയിലാണ്. ആൻഡ് T3 ഈസ് ദ മോസ്റ്റ് ആക്റ്റീവ്. T4 ഈസ് എന്താ പറയുക, സ്റ്റോറേജ് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ ആക്റ്റീവ്. സോ ഇനി ഇതിങ്ങനെ ബ്ലഡിലൂടെ പോയി എല്ലാ സെല്ലുകളിലും എന്ത് പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് കാണേണ്ടത്. സോ ഇപ്പോൾ ഏകദേശം T4 ഒരു 60 to 90 മൈക്രോഗ്രാംസ് ഉണ്ടാവുന്നുണ്ട്. T3 ഒരു 10 to 30 മൈക്രോഗ്രാംസ് ഉണ്ടാവുന്നു. സോ ഇനി ഇത് എന്ത് ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.